നിങ്ങൾ യു കെയിൽ ഒരു കെയറായിട്ടോ അല്ലെങ്കിൽ സീനിയർ കെയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഉപകാരപ്പെടുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ലാങ്കാസ്റ്ററിലുള്ള ഒരു നേഴ്സിംഗ് ഹോമിലേക്ക് കുറച്ച് സീനിയർ കെയർമാരുടെയും അതേപോലെ ഒരു ടീം ലീഡറിൻ്റെയും അതുപോലെ ഒരു ഡെപ്യൂട്ടി മാനേജറുടെയും വേക്കൻസി ഉണ്ട്. ഈ ഒരു വേക്കൻസികളിലേക്ക് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതൊരു ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. യാതൊരുവിധ പൈസയും മുടക്കേണ്ട ആവശ്യകതയില്ല. എന്തൊക്കെയാണ് ഈ വേക്കൻസികളുടെ ക്രൈറ്റീരിയ എന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു വേക്കൻസി എന്ന് പറയുന്നത് നിലവിൽ യു കെയിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള വേക്കൻസിയാണ്. വിദേശത്തു നിന്നുള്ള ആപ്ലിക്കേഷൻസ് സ്വീകരിക്കില്ല. യു കെയിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇനി സീനിയർ കെയർ വേക്കൻസി ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷത്തെയെങ്കിലും കെയറിൻ്റെ ആയിട്ടുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ സീനിയർ കെയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ചില ഉദാഹരണത്തിന് വിദേശത്ത് നേഴ്സിംഗ് പഠിച്ചിട്ട് ഇവിടെ വന്ന് കെയറായിട്ടോ അല്ലെങ്കിൽ സീനിയർ കെയർ ആയിട്ടോ വർക്ക് ചെയ്യുന്നവരെയാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഇല്ല, പകരം റെലവൻ്റ് ആയിട്ടുള്ള കെയറിംഗ് ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ടീം ലീഡർ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 വർഷത്തെ സീനിയർ കെയർ എക്സ്പീരിയൻസ് യു കെയിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇനി ഡെപ്യൂട്ടി മാനേജർ ആണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നഴ്സിംഗ് ഹോമിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ കൺസിഡർ ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് NVQ 4 അല്ലെങ്കിൽ 5 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, അതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ദയവ് ചെയ്ത് ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യരുത്. കാരണം ഞാനല്ല ഇത് ഡീൽ ചെയ്യുന്നത്, ഇത് ഓഫീസിൽ നിന്ന് സ്റ്റാഫാണ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഓഫീസിലെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV-യും അതേപോലെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും BRP കാർഡിൻ്റെ കോപ്പിയും കൂടി ഇമെയിൽ ചെയ്യുക. നിങ്ങളുടെ CV റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇതൊരു എമർജൻസി ആയിട്ടുള്ള വേക്കൻസിയാണ്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ വേക്കൻസി വീഡിയോ ചെയ്യുന്നതെന്ന് കൂടി പറയാം. ലാങ്കാസ്റ്റർ എന്ന് പറയുന്നത് ലാങ്കൻഷയർ കൗണ്ടിക്കകത്തുള്ള സ്ഥലമാണ്. ഈ ഒരു നഴ്സിംഗ് ഹോമിൻ്റെ അടുത്ത് അക്കോമഡേഷൻ്റെ അവൈലബിലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് കിട്ടുക. ഇനി അതല്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലുമാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും അവിടെ ഉണ്ട്, അവർ നിങ്ങൾക്കൊരു അക്കോമഡേഷൻ തരാൻ വേണ്ടിയിട്ട് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വേക്കൻസിയിലേക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ കാരണം നിങ്ങൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കോമഡേഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് അവിടെ അക്കോമഡേഷൻ കുറവാണ്. അക്കോമഡേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അക്കോമഡേഷൻ സോഴ്സ് തരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ലോക്കലി ഉള്ളവരെ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ആ ഏരിയയിൽ ഉണ്ടെങ്കിൽ അവരോട് കോൺടാക്റ്റ് ചെയ്യാൻ പറയുക. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പെയ്ഡ് റിക്രൂട്ട്മെൻ്റ് അല്ല, ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് ഒരു പൈസയും ഈ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് മുടക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം നിങ്ങളൊരു ഓവർസീസ് ക്വാളിഫൈഡ് നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ കരിയർ പ്രോഗ്രസ് ചെയ്ത് നേഴ്സ് ആകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. അപ്പം നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.